നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബസ് സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ നമ്മൾ IO സിസ്റ്റംസും കൂടെ പഠിച്ചു പോകും. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമുക്ക് പല പല സെക്ഷൻസ് ഉണ്ട്. നമുക്കറിയാം, ഒരു ഇൻപുട്ട് സെക്ഷൻ ഉണ്ട്, പിന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, നമുക്കൊരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്, പിന്നെ നമുക്കൊരു ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്. ഇത്രയാണ് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് സ്റ്റോറേജിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടാകാം, അല്ലേ? സ്റ്റോറേജ് ലൊക്കേഷനിൽ ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനിലേക്ക് നമുക്ക് ഡാറ്റാസ് ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡാറ്റാസ് ഇൻപുട്ടിൽ നിന്ന് സ്റ്റോറേജിലേക്ക് സെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റോറേജിൻ്റെ അകത്തുള്ള ഡാറ്റാസ് ചിലപ്പോൾ നമ്മുടെ CPUവിനെ ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് വയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ ആ വയറിനെ പറയുന്ന പേരാണ് ബസ്. ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബസ്സിനെ നമ്മൾ ഡാറ്റാ ബസ് എന്ന് പറയും. ഇനിയിപ്പോൾ CPU-ൽ എനിക്കിപ്പം ഒരു ഓപ്പറേഷൻ ഞാൻ പെർഫോം ചെയ്തതിന് ശേഷം റിസൾട്ട് എനിക്ക് ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് കുറേ മെമ്മറി ലൊക്കേഷൻസ് അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്തൊരു ലൊക്കേഷനിൽ എനിക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡാറ്റ തിരിച്ചിങ്ങോട്ട് സെൻഡ് ചെയ്യേണ്ടിട്ടുണ്ടാകാം, അല്ലേ? അപ്പോൾ ഈ ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലാണ്. ബൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കും നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും അതേപോലെ തന്നെ ഇവിടുന്ന് തിരിച്ചങ്ങോട്ടും നമുക്ക് ഡാറ്റാസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബൈ ഡയറക്ഷണൽ ബസ്സാണ് ഡാറ്റാ ബസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ വേറെ വരുന്ന ബസ്സാണ്, ചിലപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇത് ഈ ലൊക്കേഷൻ്റെ അകത്ത് 10 എന്ന് പറയുന്നൊരു ഡാറ്റയുണ്ട്, ഈ ലൊക്കേഷൻ്റെ അകത്ത് 20 എന്ന് പറയുന്നൊരു ഡാറ്റയുണ്ട്. അപ്പോൾ എനിക്ക് CPU-നോട് പറഞ്ഞു കൊടുക്കണം, ഈ ലൊക്കേഷനിൽ നിന്ന് 10 ആക്സസ് ചെയ്യണം, ഈ സെക്കൻഡ് ലൊക്കേഷനിൽ നിന്ന് 20 ആക്സസ് ചെയ്യണമെന്ന് CPU-നോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ കറക്റ്റായിട്ട് ഈ ലൊക്കേഷൻസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ ലൊക്കേഷൻ എല്ലാത്തിനും എന്തുണ്ടാവും? അഡ്രസ്സ് ഉണ്ടാവും, അല്ലേ? ഓരോ ലൊക്കേഷനും നമുക്ക് അഡ്രസ്സ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഞാൻ വേറെ ഏതെങ്കിലും IO ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനും ഒരു മെമ്മറി അഡ്രസ്സ് ഉണ്ടാവും. അതിൻ്റെ ഒരു ലൊക്കേഷന് കാണിക്കാൻ വേണ്ടി നമ്മളിപ്പം ഒരു പോസ്റ്റൽ അഡ്രസ്സ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഓരോ സ്റ്റോറേജിനും ഓരോ അഡ്രസ്സുണ്ട്. ഈ അഡ്രസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത് ഇതേപോലെ സെറ്റ് ഓഫ് വയേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. നമ്മളതിനെ അഡ്രസ് ബസ് എന്ന് പറയും, അഡ്രസ് ബസ്. പിന്നെ ഈ ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. അതിനെ നമ്മൾ കൺട്രോൾ ബസ് എന്ന് പറയും. ഇത്രയാണ് ഈ 3 കാറ്റഗറിയിലുള്ള ബസ്സുകളാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഉണ്ടാകുക. ഡാറ്റാ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ബസ് സ്ട്രക്ചർ ഈസ് എ സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വയേഴ്സ് ആണ് that carry data, address and control signals within a computer. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം CPU ആയിട്ടും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ടോ മെമ്മറി ആയിട്ടോ ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അഡ്രസ്സ് വേണം, ഡാറ്റ വേണം, കൺട്രോൾ വേണം. ഓക്കെ, ഈ ബസ്സിൻ്റെ സ്ട്രക്ചർ, ബസ്സിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഓവറോൾ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ CPU, ഇത് കൺട്രോൾ ബസ്സാണ്. ബസ് ഇങ്ങനെയൊക്കെയാണ് വരയ്ക്കുക, കാരണം ഇതിൻ്റെ അകത്ത് സെറ്റ് ഓഫ് വയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൺട്രോൾ ബസ്, അഡ്രസ് ബസ്, ഡാറ്റ ബസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കൺട്രോൾ ബസ് CPU ആയിട്ടും മെമ്മറി ആയിട്ടും IO ഡിവൈസുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ബസ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്ഷൻസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ത്രൂ ദീസ് ബസ്സാണ്. ഈ 3 ബസ്സും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ സിസ്റ്റം ബസ് എന്ന് പറയുക. അപ്പോൾ സിസ്റ്റം ബസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? കൺട്രോൾ ബസ്, അഡ്രസ് ബസ് ആൻഡ് ഡാറ്റ ബസ്. ഓക്കെ, ഇപ്പോൾ ഈ ഇൻ്റർ കണക്ഷൻ ഡയഗ്രം ജസ്റ്റ് എക്സാമിന് കാണിക്കണം. നമുക്ക് ഓരോ ബസ്സും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡാറ്റാ ബസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ഫറിങ് ഡാറ്റ ബിറ്റ്വീൻ CPU, മെമ്മറി ആൻഡ് IO ഡിവൈസുകൾ. തമ്മിലുള്ള ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡാറ്റാ ബസ് എന്ന് പറയുന്നത്. ബൈ ഡയറക്ഷനിലാണ്, അല്ല ഡാറ്റ ടു ഫ്ലോ ഇൻ ബോത്ത് ഡയറക്ഷൻ, 2 ഡയറക്ഷനിലേക്കും ഡാറ്റ ഫ്ലോ പോസിബിൾ ആണ്. പിന്നെ ഡാറ്റാ ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബിറ്റാണ് അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് പറയുക. ഇപ്പോൾ 32 ബിറ്റ് ഡാറ്റാ ബസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് 32 ഡിഫറെൻറ്റ് കണ്ടക്ടേഴ്സ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാകുക.
അപ്പം എത്ര ബിറ്റ് ഡാറ്റയാണ് അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ബസ്സിൻ്റെ വിഡ്ത്തിന് വ്യത്യാസം വരും. അടുത്തത് അഡ്രസ് ബസ്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ ബസ് ക്യാരീസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ മെമ്മറി ലൊക്കേഷൻസ് IO പോർട്ട് ഓർ IO പോർട്ട്. IO പോർട്ടിൻ്റെയോ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻസിൻ്റെ. മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റിൻ്റെ അകത്തുള്ള മെമ്മറി ലൊക്കേഷൻസ്. സ്റ്റോറേജ് യൂണിറ്റിൻ്റെ അകത്ത് ഇതേപോലെ മൾട്ടിപ്പിൾ മെമ്മറി ലൊക്കേഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇതിനൊക്കെ നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 000 മുതൽ FFF വരെയുള്ള ഹെക്സാഡെസിമൽ കോഡ്സ് ആക്കി നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഈ മെമ്മറി ലൊക്കേഷൻസിൻ്റെ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത്, മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നതാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് വിഡ്ത്ത് ഡിറ്റർമിൻ ദ മാക്സിമം അഡ്രസ്സബിൾ മെമ്മറി സ്പേസ്. എത്ര മെമ്മറി സ്പേസ് നമുക്ക് ആക്സസ് ചെയ്യണം അതനുസരിച്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് പറയുക. ഇപ്പോൾ സപ്പോസ് ഒരു അഡ്രസ് ബസ് നമുക്ക് 8 ബിറ്റ് ആണെങ്കിൽ 8 ബിറ്റ് ആണ് അഡ്രസ് ബസ് എന്ന് വിചാരിക്കുക. 8 ബിറ്റ് ആണെങ്കിൽ നമുക്ക് 2⁸ ലൊക്കേഷൻസ്, ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2⁸ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 20 ബിറ്റ് ആണെങ്കിലോ 2⁸20 അഡ്രസ്സുകൾ, ഡിഫറെൻറ്റ് അഡ്രസ്സുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാവുന്നത് പോസിബിളാണ്. ഓക്കെ, അതാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ വൈഡർ അഡ്രസ് ബസ് ക്യാൻ ആക്സസ് ലാർജർ മെമ്മറി. അതായത് ബിറ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസിൻ്റെ എണ്ണം കൂടും. അപ്പം ബസ്സിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് കൂടും. പക്ഷേ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് മെമ്മറി ലൊക്കേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാം. അടുത്ത കൺട്രോൾ ബസ്. കൺട്രോൾ ബസ് കോർഡിനേറ്റ്സ് ആൻഡ് റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് കമ്പോണൻസ്. ഇതിൻ്റെ അകത്ത് പല പല യൂണിറ്റുകളുണ്ട്. ഈ യൂണിറ്റുകൾ തമ്മിലുള്ള ആക്ഷൻസ് ആരെപ്പോൾ ഒക്കെ ചെയ്യണമെന്ന് നമുക്ക് കൺട്രോൾ ബസ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. ഇറ്റ് ഇൻക്ലൂഡ് റീഡ്, റൈറ്റ് സിഗ്നൽ, ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്, ക്ലോക്ക് സിഗ്നൽസ്, ബസ് കൺട്രോൾ സിഗ്നൽസ്. റീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഡാറ്റ എവിടെ നിന്നെങ്കിലും റീഡ് ചെയ്തെടുക്കേണ്ടതാണെങ്കിൽ ആണ് നമ്മൾ റീഡ് സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. റൈറ്റ് നമുക്ക് ഡാറ്റാസ് റൈറ്റ് ചെയ്യാൻ വേണ്ടി. ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രയോറിറ്റി ഉള്ള വേറെ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യണമെന്ന് വിചാരിക്കും. അതിനെയാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് എന്ന് പറയുക. കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഒന്ന് തൽക്കാലത്തേക്ക് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്, ഇതിനെക്കാട്ടിലും പ്രയോറിറ്റി ഉള്ള പ്രോഗ്രാംസ് ചെയ്യുന്ന രീതിയിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈലിൽ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ കോൾ ചെയ്യുന്നു. അപ്പോൾ മൊബൈൽ എന്താ ചെയ്യുക, ആ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പോസ് ചെയ്തിട്ട് കോളിന് പ്രയോറിറ്റി കൊടുക്കും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ കേസിൽ, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കേസിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു പർട്ടിക്കുലർ ടാസ്ക്, യൂഷ്വലി നമ്മൾ ചെയ്യുന്നൊരു ടാസ്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഒരു റിക്വസ്റ്റ് ആയിട്ട് വരും. അതിനെയാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇൻറ്ററപ്റ്റുകൾ കൺട്രോൾ ചെയ്യാൻ, പിന്നെ ക്ലോക്ക് സിഗ്നൽസ്, ഇത് വർക്ക് ചെയ്യണമെങ്കിലൊക്കെ ക്ലോക്ക് സിഗ്നൽസ് വേണം. അതിന് ബസ് കൺട്രോൾ സിഗ്നൽസ്, ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ത്രൂ കൺട്രോൾ ബസ്സാണ്. ഇനി സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സിസ്റ്റം ബസ്സിൻ്റെ അകത്ത് ഡാറ്റ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, അതേപോലെ തന്നെ കൺട്രോൾ ബസ് ഉണ്ട്. ഇത് മൂന്നും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. ഇത്രയാണ് കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ബസ് സിസ്റ്റംസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കൺട്രോൾ ബസ് ഉണ്ട്, അഡ്രസ് ബസ് ഉണ്ട്, ഡാറ്റ ബസ് ഉണ്ട്. അപ്പോൾ ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി.